സെന്റ് തോമസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ജൂലൈ 3. മൂന്നാമത്തത് കർത്താവിന്റെ ഉയർത്തുന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച, പുതു ഞായറാഴ്ച മാർത്തോമാ ശ്ലീഹായെ സഭ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ഇന്നത്തെ ദിവസം ഡിസംബർ 21 മലങ്കര സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ വളരെ പുരാതനമായ ഒരു അനുഷ്ഠാന ദിനമാണ്. ഒരുപക്ഷെ മലങ്കരയിൽ ജൂലൈ 3 മാർത്തോമാ ശ്ലീഹായുടെ ഉദ്ഘാടന പെരുന്നാളായിട്ട് ആചരിക്കുന്ന പാരമ്പര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മലങ്കരയിൽ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷ്യത്തിന്റെ സ്മരണ ഡിസംബർ 18 മുതൽ 21 വരെ പ്രത്യേകിച്ച് 21 തീയതി മരണത്തിന്റെ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ടായിരുന്നു. പിന്നീട് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പ്രത്യേകമായിട്ട് മാർത്തോമാ ശ്ലീഹായുടെ വിശേഷിപ്പുകൾ മൈലാപ്പൂരിൽ നിന്ന് എടയസായിലേക്ക് കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ച് പള്ളി പണിത് ഉദാസ ചെയ്യുന്നതിന്റെ അനുസ്മരണയ്ക്കായിട്ടാണ് ആദ്യമായി മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ ജൂലൈ 3 എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെട്ടത്. അത് സാവധാനം പാശ്ചാത്യ സഭ മുഴുവനും ലോകം മുഴുവനും സെന്റ് തോമസ് ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്ന രീതി ആയിത്തീർന്നു. മാർത്തോമാ ശ്ലീഹ മലങ്കര സഭയുടെ മധ്യസ്ഥനാണ് എന്ന് പ്രത്യേകിച്ചെടുക്കാനുള്ള കാര്യമില്ല. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിന്റെ അപ്പോസ്തലനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായ കാര്യമില്ല. മാർത്തോമാ ശ്ലീഹ പേർഷ്യൻ പ്രദേശങ്ങളിൽ ക്രൈസ്തവ പാരമ്പര്യം ഉണ്ടാകുന്നതിന്റെ പ്രധാന മുഖാന്തരമായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാർത്തോമാ ശ്ലീഹായുടെ ജീവിതത്തെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4 പ്രധാനപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവും ശിഷ്യന്മാരും ബെഥാന്യയിലേക്ക് ലാസറിന് രോഗമായിട്ട് കിടക്കുന്നു എന്ന് അറിയിപ്പ് കിട്ടിയതിന് പ്രകാരം പോകുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു ചർച്ച നടക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആ കൂട്ടത്തിൽ അവസാനമായിട്ട് കർത്താവ് തന്നെ ഉപദ്രവിക്കുവാനും കർത്താവിനെ കൊല്ലുവാനും ആഗ്രഹിക്കുന്നവരുടെ സമൂഹത്തിലേക്കാണ് പോകുന്നത്. യഹൂദിയിലേക്ക്. ആ യഹൂദിയുടെ അടുത്താണ് ബെഥാന്യ. അതുകൊണ്ട് യെരൂശലേമിന് അടുത്താണ് ബെഥാന്യ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അപകടകരമാണെന്ന് ശിഷ്യന്മാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ നിന്ന് ശക്തമായിട്ട് പറയുകയാണ്, അവനോട് കൂടെ മരിക്കേണ്ടതിന് നാം പോവുക എന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം. അടുത്തതായിട്ട് 14-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയുടെയും പ്രസംഗത്തിന്റെയും ആ ഒരു പശ്ചാത്തലത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് വാസമൊരുക്കുവാനായിട്ട്, വാസസ്ഥലങ്ങൾ ഒരുക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാം, വഴിയും അറിയാം എന്ന് പറഞ്ഞപ്പോഴേ വളരെ സ്വാഭാവികമായ പ്രതികരണമായിട്ട് മാർത്തോമാ ശ്ലീഹ പറയുകയാണ്, കർത്താവേ, നീ എവിടെയാ പോകുന്നതെന്ന്, വഴി ഏതാണെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യം. മൂന്നാമത് നമ്മൾ കാണുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ സംഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാതിലടച്ചിരിക്കെ യേശുവിനടുത്ത് വന്ന് സമാധാനം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ അവരുടെ ചുമതലകൾ ഫലമേൽപ്പിക്കുന്നതായ ആ ഒരു അവസ്ഥ. അപ്പോൾ മാർത്തോമാ ശ്ലീഹ ആദ്യം അവിടെ ഇല്ലായിരുന്നു. മാർത്തോമാ ശ്ലീഹ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ യേശുവിനെ ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവിനെ കണ്ടുവരുന്നു. അത് കേട്ട ഉടനെ മാർത്തോമാ ശ്ലീഹ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാം വാക്യം, അവന്റെ കൈകളിൽ ആണിപ്പാട് കാണുകയും അതിനെന്റെ കൈ വെക്കുകയും അവന്റെ വിലാപ്പുറത്ത് എന്റെ കൈ ഇടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല
അധ്യായം 28 കർത്താവ് മാർത്തോമാ ശ്ലീഹായ്ക്ക് വേണ്ടി തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് മാർത്തോമാ ശ്ലീഹായെ വിളിച്ച് പറയുകയാണ്, നീ വന്ന് കാണുക, എന്റെ കൈകൾ കാണുക, ആണിപ്പഴുതുകൾ കാണുക, വിലാപത്തിൽ തൊട്ട് നോക്കുക, കൈ വെച്ച് നോക്കുക എന്നൊക്കെ. മാർത്തോമാ ശ്ലീഹ അത് ചെയ്തോ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും മാർത്തോമാ ശ്ലീഹ ഉടനെ പറയുന്ന വാക്യമാണ് 20 അധ്യായം 28 എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന്. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീഹന്മാരുടേതായിട്ട് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാരവത്തായിരിക്കുന്ന 4 പ്രസ്താവനകൾ മാർത്തോമാ ശ്ലീഹായുടേതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തേത് മഹത്തായ ഒരു ആത്മാവിന്റെ ഗ്രേറ്റ് എക്സോർട്ടേഷൻ. നമ്മുടെ കർത്താവിന്റെ കൂടെ കൂടിയിരിക്കുന്നത് ലോകപ്രകാരമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല, അവരോടുകൂടി മരിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ചില സുവിശേഷ രീതികൾക്കകത്ത് അതിനെ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് വിശേഷിപ്പിക്കും, സമൃദ്ധിയുടെ സുവിശേഷം. അവർ പറയുന്നത് നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നോ അതെല്ലാം നമുക്ക് രൂപം നേടിയെടുക്കാം. 1 കോടി രൂപ നിങ്ങളുടെ ബാലൻസിലേക്ക് വരുത്താം എന്നൊക്കെ പറയുന്ന വാഗ്ദാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ കർത്താവായ യേശു മിശിഹായെ അനുഗമിച്ചവരായ ശിഷ്യന്മാരെയും മാർത്തോമാ ശ്ലീഹ ശരിയായ സമീപനത്തോടെ പറയുകയാണ്, അവരോടുകൂടി മരിക്കേണ്ടതിന് നാം പോവുക. ആവശ്യം വന്നാൽ യേശുവിനോടുകൂടെ മരിക്കുവാൻ നമ്മൾ തയ്യാറാവണം എന്ന്. വേണമെങ്കിൽ മരിക്കുവാൻ വേണ്ടിയാണ്, അവനോട് കൂടി മരിക്കുവാൻ വേണ്ടിയാണ് എന്ന് മാർത്തോമാ ശ്ലീഹ എടുത്തു പറയുന്നു. ഇവിടുത്തെ ജീവിതം നമുക്ക് ആവശ്യങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ദൈവസ്ഥിതിക്ക് സമർപ്പിക്കാറുണ്ട്. നമുക്കത് തമ്പുരാൻ പലപ്പോഴും നൽകുന്നുണ്ട്, നമ്മുടെ യാതനകൾക്ക് ദൈവം മറുപടി നൽകുന്നുണ്ട്. എങ്കിലും നമ്മൾ അവനെ പിൻപറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് നമ്മോട് കൂടെയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അവനോട് കൂടെ അത് ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും എന്ന് മാർത്തോമാ ശ്ലീഹ എടുത്ത് പറയുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത് മാർത്തോമാ ശ്ലീഹ വളരെ മഹത്തായ ഒരു അന്വേഷണം നടത്തുകയാണ്. കർത്താവെ, നീന്റെ കൂടെ ഞങ്ങൾ കൂടി ലക്ഷ്യം ഏതാണ്, മാർഗം ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. ഉള്ളതുപോലെ തുറന്നു പറയുന്ന മാർത്തോമാ ശ്ലീഹ ഒരു കാപട്യവുമില്ല. തന്റെ ഉള്ളിലെ സംശയം, തന്റെ ഉള്ളിലെ ആവശ്യം നൈർമല്യമുള്ള ഹൃദയത്തോടുകൂടി മാർത്തോമാ ശ്ലീഹ കർത്താവിനോട് പറയുകയാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ മുഖം കൂടി ഇട്ടുകൊണ്ടാണ് കർത്താവിനെ പോലും പിൻപറ്റുന്നത്. നമുക്ക് മനസ്സിലാകാതെ മനസ്സിലായി എന്ന് ഭാവിക്കും, നമുക്ക് അറിയാൻ പാടില്ലാതെ അറിയുമെന്ന് പറയും. നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് അറിവില്ലായ്മയും ഇല്ലായ്മയും ഉള്ളത് തുറന്നു പറഞ്ഞ് കർത്താവിൽ നിന്ന് അതിന് ഉത്തരം കിട്ടുന്നതിന് പകരം ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയാം, നിങ്ങളുടെ പിതാക്കന്മാർക്ക് അറിയാമെന്ന ഭാവത്തിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇന്നുള്ള ഒരു ശൈലിയാണ്. എന്നാൽ മാർത്തോമാ ശ്ലീഹ പറയുകയാണ്, ഉള്ളതുപോലെ അകവും പുറവും ഒരുപോലെ നൈർമല്യത്തോടുകൂടി കർത്താവിന്റെ അടുക്കൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് അന്വേഷിക്കുവാനായിട്ട് സാധിക്കണം. ഗ്രേറ്റ് എൻക്വയറി, മഹത്തായ അന്വേഷണം. ഭാരതത്തിലേക്കാണ് മാർത്തോമാ ശ്ലീഹ വന്നത്. ഭാരതം എന്ന് പറയുന്നത് മതങ്ങളുടെ നാടാണ്. ഒത്തിരി മാർഗങ്ങളും ലക്ഷ്യങ്ങളുമുള്ള നാടായിട്ട് അറിയപ്പെടാം. എന്നാൽ അവിടെ ഏകലക്ഷ്യം എന്റെ ദൈവം നമ്പുരാൻ, ഏകമാർഗം കർത്താവ് യേശു മിശിഹ എന്ന് തിരിച്ചറിഞ്ഞ മാർത്തോമാ ശ്ലീഹ ഇപ്പോഴാണെന്ന് പറയുവാനിടയായത് ആത്മാർത്ഥമായ അന്വേഷണത്തിനുള്ള ഉത്തരം കിട്ടി എന്നുള്ളതുകൊണ്ടാണ്. മൂന്നാമത് നമ്മൾ കാണുന്നു 20 അധ്യായം 25 എനിക്ക് തൊടണം, എനിക്ക് കണ്ടറിയണം. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ എന്നോട് ചോദിക്കും, നിന്റെ കർത്താവ് ഉയർന്നിരിക്കുന്നു, നീയും നിന്റെ കൂടെയുള്ളവർ പറയുന്നു, അവനെ കണ്ടോ നീ? ഞാൻ കണ്ടു, മാത്രമല്ല ഞാൻ തൊട്ടു എന്ന് പറയുവാനുള്ള യാത്രകാരികൾക്ക് വേണ്ടിയാണ് മാർത്തോമാ ശ്ലീഹ പറഞ്ഞത്. അതിന് ഒരു കുഴപ്പവുമില്ല. കർത്താവ് പറയുന്നത് പോലെ നമുക്ക് തോന്നും, മാർത്തോമായെ നിനക്ക് മാത്രം വിശ്വാസമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ വിശ്വാസം ഉണ്ടായി. അങ്ങനെയല്ല പറഞ്ഞത്. ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ അവനെ കണ്ടിട്ട് തന്നെ വിശ്വസിച്ചത്. അതുപോലെ തന്നെ മാർത്തോമാ ശ്ലീഹയുടെയും വളരെ നിയമാനുസൃതമായ ലെജിറ്റിമേറ്റ് ആയിരിക്കുന്ന
നമ്മുടെ അടുക്കൽ വരുന്നു. നമുക്ക് നിഷ്കളങ്കമായ, നിഷ്കപടമായ, നിസ്വാർത്ഥമായ നിർബന്ധങ്ങൾ ഉണ്ടായാൽ ദൈവപുത്രൻ അതിനെ മനസ്സിലാക്കും, അതിന് ഉത്തരം നൽകേണ്ടത് നൽകും. മാതാപിതാക്കളോട് ധൈര്യമായിട്ട് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, സൺഡേ സ്കൂളിൽ പോകണം. നിഷ്കപടമായ, നിസ്വാർത്ഥമായ നിർബന്ധങ്ങൾ അത് അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുന്നത് മിക്കവാറും അവരെ നമ്മളെ നിർബന്ധിപ്പിച്ച് ചിലപ്പോൾ പ്രാർത്ഥിപ്പിച്ചതിന്റെ കാര്യത്തിലായിരിക്കാം. പക്ഷെ അതിനൊരിക്കലും നമ്മൾ അവരെ കുറ്റം പറയുന്നില്ലായിരുന്നു. ഓർത്തു നോക്കുമ്പോൾ നടക്കേണ്ടുന്ന പാതയിൽ നിർബന്ധപൂർവ്വം നമ്മെ നടത്തിയതായിട്ട് നമ്മൾ ഓർക്കുകയാണ്. ഇതുപോലെയുള്ള നിർബന്ധങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൽ, മതജീവിതത്തിൽ നമുക്ക് ഉണ്ടായാലേ പറ്റൂ. എനിക്കത് വേണ്ട, ഞാൻ ഇങ്ങനെയായിരിക്കും പോകുന്നത് എന്ന് പറയുവാനുള്ള നിർബന്ധം, ഞാൻ ഇങ്ങനെയായിരിക്കും, അത് നിസ്വാർത്ഥമായിരിക്കണമെന്ന് മാത്രം. അത് മാർത്തോമാശ്ലീഹായുണ്ടായിരുന്നു. നാലാമത് മാർത്തോമാശ്ലീഹായെ നമ്മൾ കാണുന്നത്, മാർത്തോമാശ്ലീഹ താൻ കണ്ടറിഞ്ഞത്, അനുഭവിച്ചത് പ്രഖ്യാപിച്ചു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കർത്താവേ യേശുക്രിസ്തു ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് മാർത്തോമാശ്ലീഹായാണ്. പത്രോശ്ലീഹ പോലും ദൈവപുത്രനെന്നേ പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹായാണെന്ന് പത്രോശ്ലീഹ പറഞ്ഞുവെങ്കിൽ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് നേരിട്ട് കർത്താവിനോട് ആദ്യമായിട്ട് പറഞ്ഞ മനുഷ്യൻ മാർത്തോമാശ്ലീഹായാണ്. കർത്താവേ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ മതജീവിതത്തിൽ ആ ദൈവത്തെ അനുസരിച്ച്, ആ ദൈവത്തെ ആരാധിച്ച് അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള ഒരു സമർപ്പണം നമ്മിൽ ഉണ്ടാകുന്നത്. അതുണ്ടാകാത്തിടത്തോളം ആ സമർപ്പണത്തിന് അതിൻ്റെതായ കുറവുകൾ ഉണ്ടായിരിക്കും. ഈ അവസരത്തിൽ മാർത്തോമാശ്ലീഹ ഓർമ്മിപ്പിക്കുന്ന ഈ 4 കാര്യങ്ങൾ: മഹത്തായ ഒരാഹ്വാനം, മഹത്തായ ഒരു അന്വേഷണം, മഹത്തായ ഒരു നിർബന്ധം, മഹത്തായ ഒരു പ്രഖ്യാപനം, ഒരു സാക്ഷ്യം. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്